ഈ അള്ളാഹു നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, എന്തൊക്കെയാണ് നമുക്ക് സംവിധാനിച്ചത്, നമുക്ക് നോക്കാം. എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ സമയം എങ്ങനെയായിരുന്നു, ഒരു മാതാവിന്റെ ഗർഭാശയത്തിൽ എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചത്, നമുക്ക് നോക്കാം. ഈ കാണുന്നത് ഞാനും നിങ്ങളൊക്കെ ഒരു കാലത്ത് താമസിച്ചിരുന്ന നമ്മുടെ വീടാണ്. ഇത് ഒന്നാം തരം AC റൂം. AC റൂം എന്ന് ഞാൻ പറയാൻ കാരണം എന്തറിയോ, ഉമ്മ ഊട്ടി കൂടെ പോവുകയാണെങ്കിലും തണുപ്പ് അങ്ങോട്ട് കയറൂല, ഉമ്മ മരുഭൂമി കൂടെ പോവുകയാണെങ്കിലും ചൂട് അങ്ങോട്ട് കയറൂല. പിന്നെ അതിനെന്താ വിളിക്കേണ്ടത്, ഒന്നാം തരം AC റൂം. ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത് 9 മാസത്തിലധികം കാലം ആവറേജ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞിരുന്നത്. ഏതൊരു പെൺകുട്ടിയും ജനിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഗർഭപാത്രത്തിന്റെ 2 ഭാഗങ്ങളിലായിട്ട് അണ്ഡാശയം അല്ലെങ്കിൽ ഓവറി എന്ന് പറയുന്ന ഇതുപോലെയുള്ള അവയവുണ്ട്. ഇതാണ് ഗർഭപാത്രം, ഇത് ഓവറിയാണ്, അണ്ഡാശയമാണ്. ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ അണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ഈ അണ്ഡം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒരു പേന കൊണ്ട് ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ എത്രയാണോ അതിൻ്റെ വലിപ്പം, അതാണ് ഒരു അണ്ഡത്തിൻ്റെ വലിപ്പം. ഒരു പേന കൊണ്ടൊരു കുത്തിട്ട് കഴിഞ്ഞാലുള്ള വലിപ്പമാണ് അണ്ഡത്തിൻ്റെ വലിപ്പം. അങ്ങനെ ഞാൻ പറഞ്ഞു 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ അണ്ഡങ്ങൾ ഇതിനകത്തുണ്ടാവും. അതിൽ മിക്കവാറും അണ്ഡങ്ങളൊക്കെ നശിച്ചു പോകും. ഏകദേശം 500ഓളം അണ്ഡങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇത്രയും അധികം അണ്ഡങ്ങൾ ഉണ്ടായിട്ട് 500ഓളം അണ്ഡങ്ങൾ മാത്രമാണ് ബാക്കി ഉണ്ടാവുക. ആ 500ഓളം അണ്ഡങ്ങൾക്ക് എന്താ സംഭവിക്കാന്നറിയോ, ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഓരോ മാസവും ഒരണ്ഡം ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അടുത്ത മാസം ഇവിടുന്ന് 2 അണ്ഡം വരും. ഓരോ മാസത്തിൽ ഓരോ അണ്ഡം വീതം പുറത്തേക്ക് വരും, ഓരോ മാസത്തിൽ. അതാണ് നമ്മൾ പീരിയഡ്സ് അല്ലെങ്കിൽ മാസമുറ, മെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മാസവും ഒരു അണ്ഡം വീതം വന്നു കഴിഞ്ഞാൽ, ഒരു മാസം ഇവിടുന്ന് വന്നാൽ അടുത്ത മാസം ഇവിടുന്ന് വരും. എന്താണ് ആ അണ്ഡത്തിന് സംഭവിക്കുക, ഇവിടുന്ന് 2 അണ്ഡം പുറത്തേക്ക് ചാടിയാൽ ആ അണ്ഡം നേരെ ഈ കൈ പോലെയുള്ള അവയവം അതിനെ പിടിച്ചെടുക്കും. പിടിച്ചെടുത്തതിന് ശേഷം ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡവാഹിനി കുഴൽ എന്ന് പറയുന്ന ഈ ട്യൂബിലൂടെ ആ അണ്ഡം ഇങ്ങനെ പോകും. പോയതിനു ശേഷം അത് നേരെ ഈ ഗർഭപാത്രത്തിലെത്തും. 10-14 ദിവസം കഴിഞ്ഞാൽ അത് ഒരു ബീജവുമായി കൂടിച്ചേർന്നിട്ടില്ല എങ്കിൽ ആ അണ്ഡം പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയുള്ള രക്തക്കൊഴലുകളും രക്തവും ഒക്കെ അടക്കാണ് പുറത്തേക്ക് വരിക. എന്തിനാണ് അള്ളാഹുവിടെ രക്തക്കൊഴലും രക്തമൊക്കെ പ്രത്യേകമായി സംവിധാനിച്ചതെന്ന് ചോദിച്ചാൽ, അഥവാ അതൊരു കുഞ്ഞായി മാറുകയാണെങ്കിൽ ആ കുഞ്ഞിന് ജീവിക്കാൻ ആവശ്യമായ സംവിധാനമാണ് അള്ളാഹു ഒരുക്കിയത്. അതൊരു കുഞ്ഞായിട്ടില്ലെങ്കിൽ ഈ രക്തക്കൊഴലുകളും രക്തപാളികളും എല്ലാം കൂടെ അടക്കം രക്തമടക്കം പുറത്തേക്ക് വരും. അതാണ് പീരിയഡ്സ്, മാസമുറ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ അണ്ഡം പുറത്തേക്ക് ചാടി 14 ദിവസം കൊണ്ടാണ് ആ ഒരു രക്തവും രക്തക്കൊഴലുകളും എല്ലാം കൂടെ പുറത്തേക്ക് വരുന്നത്, മാസമുറ ഉണ്ടാകുന്നത്. അടുത്ത ഒരു 14 ദിവസം കൂടെ കഴിഞ്ഞാലാണ് പിന്നെ പുതിയൊരു അണ്ഡം പുറത്തേക്ക് ചാടുന്നത്. അപ്പൊ ആകെ എത്ര ദിവസമായി? ആദ്യത്തെ 2 അണ്ഡം ചാടി 14 ദിവസം കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് വന്നു. പിന്നെ ഒരു 14 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് അടുത്ത അണ്ഡം ഉണ്ടാവുന്നത്. അപ്പൊ 28 ദിവസമായി. അങ്ങനെ 28 ദിവസം കൂടുമ്പോൾ ഓരോ അണ്ഡങ്ങൾ ചാടുന്നു. 28 ദിവസം കൂടുമ്പോൾ ആ അണ്ഡം ബീജവുമായി കൂടിച്ചേർന്നിട്ടില്ലെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഇത് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണ്. അള്ളാഹു സഹോദരിമാർക്ക്, പെൺകുട്ടികൾക്ക് സംവിധാനിച്ചൊരു സംവിധാനമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുന്ന് ഒരു അണ്ഡം പുറത്തേക്ക് ചാടുന്നത്. ഫോളിക്കിൾ എന്ന് പറയുന്ന ഇവിടെയുള്ള ഒരു വിരല് പോലെയുള്ള അവയവത്തിൽ നിന്ന് ഒരു അണ്ഡം പുറത്തേക്ക് ചാടും. ആ പുറത്തേക്ക് ചാടിയതിനു ശേഷം അത് ഈ കൈ അങ്ങ് പിടിച്ചെടുക്കും. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇവിടുന്ന് ഒരു അണ്ഡം പുറത്തേക്ക് ചാടും. അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പത്തിലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. അതൊരു പേന കൊണ്ടൊരു കുത്തിട്ടത്ര വലിപ്പേ ഉണ്ടാവുള്ളൂ ഈ അണ്ഡത്തിന്. ഇതാണ് അണ്ഡം. അത് ആ കൈ പോലെയുള്ള അവയവം അതിനെ പിടിച്ചെടുക്കും. പിന്നീട് ആ ട്യൂബിലൂടെ അങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതൊരു ബീജവുമായി കൂടിച്ചേർന്നിട്ടില്ലെങ്കിൽ പിന്നീട് 14 ദിവസം കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരും. പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ ഭാര്യാഭർത്തൃ ബന്ധം സംഭവിച്ച ഒരു സഹോദരിയാണെങ്കിൽ ബീജങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോവും. ബീജം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന, ലൈംഗിക സമയത്ത് പുറത്തേക്ക് വരുന്ന അണ്ഡവുമായി കൂടിച്ചേരാൻ, ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ട ഘടകമാണ് ബീജം എന്ന് പറഞ്ഞത്. ബീജത്തെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റൂല.
ഒരു 5 മില്ലി ലിറ്റർ സെമനിൽ 30 കോടിയോളം ബീജങ്ങൾ ഉണ്ടാവും. ഒരു ബീജം പുറത്തേക്കൊക്കെയാണത് ചാടിയതെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടത് നശിക്കും. എന്നാൽ ഗർഭാശയത്തിലേക്കാണ് ഒരു ബീജം പോയതെങ്കിൽ അത് 4-5 ദിവസം ആ ഗർഭാശയത്തിൽ അവിടെ നിലനിൽക്കും. എന്നാൽ അണ്ഡത്തിന് ഏകദേശം 1 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇവിടുന്ന് അഥവാ ബീജം ഇങ്ങോട്ട് എത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയോ? ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്നുള്ള ബീജങ്ങളുടെ കൂട്ടത്തിൽ ഏകദേശം 1,00,000-ൽ താഴെ ബീജം മാത്രമാണ് ഗർഭാശയത്തിലേക്ക് കയറുക. 1,00,000-ൽ താഴെ ബീജങ്ങൾ. അതിൽ 200ഓളം ബീജങ്ങളാണ് ഈ അണ്ഡം നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുക. 200ഓളം ബീജങ്ങൾ. അതിൽ ഒരു ബീജം മാത്രമാണ് അണ്ഡവുമായി കൂടിച്ചേരുക. അപ്പൊ അള്ളാഹു സൃഷ്ടിക്കുന്ന ബീജങ്ങളുടെ എണ്ണത്താണ് ഒരു സമയത്ത് പുരുഷന്റെ ശരീരത്തിൽ നിന്ന് കോടിക്കണക്കിന് 30 കോടി 7.5 കോടി മുതൽ 75 കോടി എന്നൊക്കെയാണ് ശാസ്ത്രം പറയുന്നത്. അത് രാജ്യങ്ങൾക്കനുസരിച്ച് മാറും, കാലാവസ്ഥക്കനുസരിച്ച് മാറും, ആളുകൾക്കനുസരിച്ച് മാറും. ആവറേജ് എന്നുള്ള രൂപത്തിൽ 30 കോടി എന്ന് പറഞ്ഞാൽ തന്നെയും ആലോചിച്ച് നോക്കൂ, അതിൽ ഒന്ന് മാത്രമല്ലേ കൂടിച്ചേരുന്നുള്ളൂ. അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ചോദിക്കാനൊരു ചോദ്യം ഉണ്ടല്ലോ, എന്നാ പിന്നെ ഒരു ബീജം ഉണ്ടാക്കിയാൽ പോരെ? എന്തിനാ ഈ കോടിക്കണക്കിന് ബീജം? ഒരു കുഞ്ഞുണ്ടാവാൻ ഒരു ബീജം പോരെ? ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും അറിയില്ല, ശാസ്ത്രത്തിനും അറിയില്ല. എന്തിനാണ് ഇത്ര അധികം? ശാസ്ത്രം പറയുന്നത് കൗണ്ട് കുറവാണെങ്കിൽ, അതായത് 20 ദശലക്ഷം ബീജങ്ങൾ ഇല്ല എങ്കിൽ ആ ഒരു കൂടിച്ചേരൽ നടക്കൂല. അപ്പൊ എന്തിനാണ് ഇത്ര അധികം? ഒന്ന് പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാസ്ത്രത്തിനും അറിയില്ല. ഏതായാലും കോടിക്കണക്കിന് ബീജങ്ങളിൽ 200ഓളം ബീജങ്ങളാണ് ഇങ്ങോട്ട് പോകുന്നത്. അതിൽ ഒരു ബീജം മാത്രമേ അതുമായി കൂടിച്ചേരുള്ളൂ. അങ്ങനെ കൂടിച്ചേരുന്നത് നമുക്ക് നോക്കാം. ഒരു ബീജം അണ്ഡവുമായി കൂടിച്ചേരുന്നത് നോക്കൂ നിങ്ങൾ. ബീജങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000-ൽ താഴെ ബീജങ്ങൾ ഗർഭാശയത്തിലേക്ക് കയറും. അതിൽ 200ഓളം ബീജങ്ങൾ അണ്ഡവാഹിനി കുഴലിലേക്ക് പോകും. അതിൽ ഒരു ബീജം മാത്രം ആ അണ്ഡവുമായി കൂടിച്ചേരും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബീജം ഇതുമായി കൂടിച്ചേർന്നാൽ ബാക്കി എല്ലാ ബീജങ്ങളും നശിച്ചു. ഒരെണ്ണം കൂടിച്ചേർന്നാൽ പിന്നെ ബാക്കിയെല്ലാം നശിച്ചു. അങ്ങനെ കൂടിച്ചേർന്നൊരവസ്ഥ നമുക്ക് നോക്കാം. ഒരു അണ്ഡവും ബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ആദ്യത്തെ ദിവസം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോളിട്ടോ, ഞാനും നിങ്ങളൊക്കെ നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ 1ാമത്തെ ദിവസം എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ഫോട്ടോ ജനിച്ചതിന് ശേഷമുള്ളതല്ലേ നമുക്കറിയുള്ളൂ. എന്നാൽ നമുക്കൊക്കെ ഒരു 1ാമത്തെ ദിവസം ഉണ്ടായിരുന്നു. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ആദ്യത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. 1ാമത്തെ ദിവസം. എത്ര അതിന്റെ വലിപ്പം എന്നറിയോ? ഒരു പേന കൊണ്ട് കുത്തിട്ട, ഒരു പേന കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട അത്ര വലിപ്പമാണ് ഇതിനുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മളുടെ 1ാമത്തെ ദിവസം എവിടെയാണ് ഇപ്പൊ നമ്മൾ ഉള്ളത്? ഗർഭാശയത്തിലാണോ? ഇപ്പൊ എവിടെ എത്തിയത്? ആ ട്യൂബിലാണ്. അണ്ഡവാഹിനിക്കോല്ല, ഗർഭാശയത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ട്യൂബിൽ വെച്ചിട്ടാണ് കൂടിച്ചേർന്നത്. എന്നിട്ട് അടുത്ത ഒരു 24 കണ്ടോ, ഈ ട്യൂബിലാണ്, ഇവിടെ വെച്ചിട്ടാണ് കൂടിച്ചേർന്നത്. അടുത്ത 24 മണിക്കൂർ കഴിഞ്ഞാൽ ആ കൂടിച്ചേർന്ന സാധനം 2ആയിട്ട് ഡിവൈഡ് ആവും, 2ആയിട്ട് ഭാഗിക്കും. 2 കഷ്ണായി മാറൂലട്ടോ, ഒട്ടിച്ചേർന്ന രൂപത്തിൽ തന്നെ 2ആയി നിൽക്കും. പിന്നെ ഓരോ 12 മണിക്കൂർ കഴിയുമ്പോഴും അത് 2 4 ആവും, 4 8 ആവും, 8 16 32 64 128 ഇരട്ടിയായി അങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടോ 3ാമത്തെ ദിവസം ഏകദേശം 300-ലധികം കോശങ്ങളായി അത് മാറും. 5ാമത്തെ ദിവസം അത് ഗർഭാശയത്തിലേക്ക് എത്തും. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ ആദ്യത്തെ 5 ദിവസം നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിലകത്തല്ല, നമ്മളൊക്കെ ഈ ട്യൂബിനകത്താണ് കഴിഞ്ഞുകൂടിയത്. ആദ്യത്തെ 5 ദിവസം. പിന്നെയാണ് ഗർഭാശയത്തിലേക്ക് എത്തിയത് ഏകദേശം 5 ദിവസം കഴിഞ്ഞിട്ട്. ആ 5 ദിവസം നമ്മൾ കഴിഞ്ഞത് അവിടെയായിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ ഒരൊറ്റ കോശമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ പറഞ്ഞു, അടുത്ത ഒരു 12 മണിക്കൂറോട് കൂടി 24 മണിക്കൂറോട് കൂടി അത് 2ആവും, പിന്നെ 4ആവും, 8ആവും. അങ്ങനെ അത് മുറിഞ്ഞു പോകും. കാണിച്ചു തരാം എങ്ങനെയാണത് ഡിവൈഡ് ചെയ്യുന്നത്. അതങ്ങനെ പോകുന്നുണ്ട്. ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ അത് സെല്ലുകൾ ഇരട്ടിയാവുന്നുണ്ട്. നോക്കിക്കോളൂ, ഇപ്പൊ അത് ഇതാ 2ആയി, ഇനി അത് 4ആവും, 8ആവും. അങ്ങനെയായിട്ട് കോടിക്കണക്കിന് എണ്ണായിട്ട് മാറും. എന്നിട്ടോ ആ കോടിക്കണക്കിന് എണ്ണത്തിൽ ചിലത് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കണ്ണായി മാറുന്നത്. ആ കോടിക്കണക്കിന് എണ്ണത്തിൽ ചിലത് കൂടി ചേർന്നിട്ടാണ് എല്ലാവുന്നത്.
ചിലത് ശ്വാസകോശം, ചിലത് നമ്മുടെ ഹൃദയം, ചിലത് നമ്മുടെ ആമാശയം, കിഡ്നി, ഒക്കെ ഈ സാധനം തന്നെയാണ്. അല്ലാതെ എല്ലിന് വേണ്ടി അള്ളാഹു പ്രത്യേകമായി ഒരു കോശം ഉണ്ടാക്കിയിട്ടില്ല, പല്ലിന് വേണ്ടി വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല, കണ്ണിന് വേണ്ടി വേറൊന്നും ഉണ്ടാക്കി, നാവിന് വേണ്ടി അല്ല, എല്ലാം ഒരേ സാധനത്തു നിന്നാണ്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അത്ഭുതം തോന്നിയോ? ഇല്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വീട്ടിലൊരു ഇഷ്ടിക ഉണ്ടായിരുന്നു. ആ ഇഷ്ടിക രാവിലെ നോക്കിയ സമയത്ത് രണ്ടായി, വെറുതെ രണ്ടായിട്ടാണ് മുറിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ നോക്കി നിന്ന് ഒരു 12 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക്, 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് അത് പിന്നീട് 2 4 8 16 ഇഷ്ടിക ഇങ്ങനെ മുറിഞ്ഞ് എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് അത് 500 ചില്ലാനം ഇഷ്ടികയായിട്ട് മാറി. കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞപ്പോൾ അത് ലക്ഷക്കണക്കിന് ഇഷ്ടികളായിട്ട് മാറി. അതിൽ കുറച്ച് ഇഷ്ടിക കൂടിയിട്ട് ഫാനായി, കുറച്ച് ഇഷ്ടിക കൂടിയിട്ട് ലൈറ്റായി, കുറച്ച് ഇഷ്ടിക കൂടിയിട്ട് ടൈൽസായി, കുറച്ച് ഇഷ്ടിക കൂടിയിട്ട് മേശയായി എന്ന് പറഞ്ഞാൽ ഇത് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. വല്ലാതെ മൂക്കടിന് മുമ്പ് കൊണ്ടുപോകാൻ നല്ലത് നിങ്ങൾക്ക് തോന്നൂലേ? അവിടെയാണ് നമുക്ക്. എന്നാൽ അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. ഒരൊറ്റ കോശമാണ് കോടിക്കണക്കിന് കോശമായിട്ട് മാറിയത്. അതിൽ ചിലത് കൂടി ചേർന്നിട്ട് കണ്ണായി, ചിലത് കൂടി ചേർന്നിട്ട് എല്ലായി, ചിലത് കൂടി ചേർന്നിട്ട് ശ്വാസകോശമായി. ഒരേ സാധനം തന്നെയാണ് പലതായിട്ട് മാറിയത്. ഇനി നോക്കൂ നിങ്ങൾ, ഇത് 2 കഷ്ണമായിട്ട് മുറിയൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കുറേ എണ്ണായിട്ട് മാറുക ചെയ്യാം. എന്നിട്ട് അതിൽ നിന്നാണ് എല്ലും കണ്ണും ഒക്കെ ഉണ്ടായി മാറുന്നത്. ഇനി ചില സമയത്ത് ഇത് ഈ മുറിയല് കുറച്ച് ഓവറായിട്ടങ്ങ് മുറിയും. 2 കഷ്ണമായിട്ടാണ് മാറും. അപ്പൊ 2 കുട്ടികളുണ്ടാവും. അതെന്തായിരിക്കും? ഇരട്ട കുട്ടികൾ, ട്വിൻസ്. അങ്ങനെ ഉണ്ടാകുന്ന ഇരട്ട കുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഫോട്ടോ കോപ്പി എടുത്ത പോലെ ഉണ്ടാവും. 2 ഒരേപോലെയുള്ള കുട്ടികളായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും പുറമക്കാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല, ഉപ്പാക്കും മാക്കും മനസ്സിലാവുള്ളൂ. 2 ഒരേപോലെ ഉണ്ടാവും. അതിനെയാണ് ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞത്. 2 പേരും ഒരേപോലെ. ഒരൊറ്റ അണ്ടവും ബീജവും കൂടി ചേർന്ന സാധനം 2ആയിട്ട് മുറിയുമ്പോഴാണ് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുക. അത് മിക്കവാറും ഒന്നുകിൽ 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അതിന് സാധ്യത. ശരി, ചില സമയത്ത് ഇത് രണ്ടും അങ്ങോട്ട് 2ആയിട്ട് മുറിയാൻ വേണ്ടി പോവുകയാണ്. 2 മുറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് 2 കുട്ടികളായിട്ട്, 2 കണ്ണ് 2 കാലും ഒക്കെ വേറെ വേറെ തന്നെ ഉണ്ട്. അങ്ങനെ 2 കുട്ടികളായിട്ട് ഇങ്ങനെ മാറാൻ പോകുന്ന സമയത്ത് 2 മുറിയാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ മുറിയൽ അങ്ങോട്ട് മുറിഞ്ഞില്ല, അവിടെ ഒട്ടി തന്നെ നിന്നു. എന്തായിരിക്കും? പറയും. ഇതുവരെ കേട്ടമാതിരി ഞാനിങ്ങനെ പറയും, നിങ്ങളിങ്ങനെ കേട്ടു പോകും നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ തെറ്റങ്ങോട്ട് ഇറങ്ങും ഇടയ്ക്ക്. പറഞ്ഞോളേ. സയാമീസ് ഇരട്ടകൾ, അതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് മനസ്സിലായി. സയാമീസ് ഇരട്ടകൾ ഒട്ടിച്ചേർന്ന കുട്ടികളായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ. ഇനി അപ്പൊ നമുക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്തൊക്കെ 2 ഇരട്ട കുട്ടികളുണ്ടല്ലോ, അവർ കണ്ടു കഴിഞ്ഞാൽ ഒരേ മുഖച്ചായൊന്നുമില്ല, അത് പിന്നെ എങ്ങനെയാ? അതെങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു, ആ അണ്ടാശയം കാണിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു ഭാഗത്ത് 2 അണ്ടം ചാടും, അടുത്ത മാസം അടുത്ത ഭാഗത്ത് 2 അണ്ടം ചാടും. പക്ഷെ ചില സമയത്ത് ചില സ്ത്രീകൾക്ക് ഒരേ മാസത്തിൽ തന്നെ 2 അണ്ടങ്ങൾ ചാടും, അപ്പുറത്തും ഒരേ സമയം. അപ്പോൾ അതിൽ ഒരു ബീജസങ്കലനം നടക്കുകയാണെങ്കിൽ ഒരു ബീജം ഒരണ്ടവുമായിട്ടും മറ്റേ ബീജം മറ്റേ അണ്ടവുമായിട്ട് കൂടി ചേരും. അങ്ങനെ 2 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് നോൺ ഐഡന്റിക്കൽ ട്വിൻസ്. അതൊന്നാണ്, ഒന്ന് പെണ്ണൊക്കെ ആവും. കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയൊന്നും ഉണ്ടാവില്ല. ശരി, അപ്പൊ ഇങ്ങനെ 2ആയിട്ട് ഭാഗിച്ചു. അതിനുശേഷം പിന്നീട് 4ആയി. നോക്കൂ നിങ്ങൾ, 4ആയി. ഇനി അത് 8 ആവും, 16 ആവും, 32 ആവും. അങ്ങനെ 5-ാമത്തെ ദിവസമാണ് അത് ഈ ഗർഭാശയത്തിന്റെ അകത്തേക്ക് എത്തുന്നത്. 5-ാമത്തെ ദിവസം. 7-ാമത്തെ ദിവസം ഒരാഴ്ച കഴിഞ്ഞു കേട്ടോ. ഒരാഴ്ചയായപ്പോ ഈ ഒരു കുഞ്ഞ്, ഇതിനെ നമുക്ക് കുഞ്ഞെന്നൊന്നും വിളിക്കാൻ പറ്റൂല, സിക്താണ്ഡം എന്നാണ് വിളിക്കുക, സൈഗോട്ട്. ഈ സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഗർഭാശയത്തിന്റെ പിൻപാളിയിലേക്ക് അങ്ങോട്ട് ആണ്ടുപോകും. ആ സമയത്ത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നുള്ള രൂപത്തിൽ ഉമ്മമാർക്ക് ചെറിയ ഒരു അസ്വസ്ഥതയൊക്കെ, തലചുറ്റല്, അതേപോലെ കാര്യങ്ങളൊക്കെ, ഒരു ഛർദി പോലെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇതാണ് നമ്മളുടെ വാസസ്ഥലം ഉറപ്പിക്കൽ. ഇതുവരെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു, ഇപ്പം നമ്മൾ അവിടെ പോയിട്ട് അങ്ങോട്ട് ഉറച്ചു. 7-ാമത്തെ ദിവസമാണ് നമുക്കൊരു സ്ഥാനം കിട്ടിയത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ പിൻപാളിയിൽ നമ്മൾ അവിടെ ഒരു സ്ഥാനം പിടിച്ചു. ഈ സമയത്ത് ഇനി 2-ാമത്തെ ആഴ്ചയിലേക്ക് നമുക്ക് കയറാം. ഇത് 2-ാമത്തെ ആഴ്ചയാണ്. 2-ാമത്തെ ആഴ്ചയിൽ ഇതിന്റെ വലിപ്പം നിങ്ങൾക്ക് എങ്ങനെയാ കേൾക്കേണ്ടത്? സെന്റിമീറ്റർ വെച്ചിട്ട് വേണോ അതോ നാടൻ ഭാഷയിൽ വേണോ? എങ്ങനെയാ വേണ്ടത്?
എങ്ങനെയായാലും ഞങ്ങൾ അങ്ങനെ കേട്ടോളാം, നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ മതിയില്ലേ. ഇതിന് ഈ ഒരു സമയത്ത് ഒരു കടുകുമണിയുടെ വലിപ്പമാണ്, അതാണ് പെട്ടെന്ന് മനസ്സിലാവുക. ഒരു കടുകുമണിയുടെ വലിപ്പം ഉണ്ടാവുക. എത്രയാണ്? ആഴ്ചയും ദിവസം ഒന്നും മറക്കരുത് കേട്ടോ. രണ്ടാമത്തെ ആഴ്ചയാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ എനിക്കും നിങ്ങൾക്കും നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊക്കെ നമ്മൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നടക്കണില്ലേ ഭൂമി കൂടെ? ഒന്നുമല്ല. നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിൽ ഒരു കടുകുമണിയുടെ വലിപ്പം ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ കടുകുമണിയുടെ വലിപ്പത്തിലുള്ള നമ്മളെ അള്ളാഹു 3 പാളികളാക്കി മാറ്റി. ഒരു എക്ടോഡേം, മീസോഡേം, എൻഡോഡേം എന്നുള്ള പേരിൽ 3 പാളികളാക്കി മാറ്റി. അതിൽ ഈ മുകൾ ഭാഗത്ത് കാണുന്ന ഈ പാളി ഉണ്ടല്ലോ, ഈ സാധനം, ഇതിൽ നിന്നാണ് നമ്മുടെ തലച്ചോറും ഞരമ്പുകളും അതുപോലെ തന്നെ തൊലിയും ഉണ്ടായത്. തലച്ചോറും ഞരമ്പുകളും തൊലിയും ഉണ്ടായത് ഇവിടുന്നാണ്, ഈ മുകളിൽ. ഈ നടുഭാഗം ഉണ്ടല്ലോ, ഈ നടുഭാഗത്തു നിന്നാണ് രക്തക്കുഴലുകളും ഹാർട്ടും എല്ലും ഉണ്ടായത്. ഈ നടുഭാഗത്തു നിന്നാണ്. ഈ താഴെ ഭാഗത്തു നിന്നാണ് ബാക്കി നമ്മുടെ എല്ലാ അവയവങ്ങളും അല്ലാഹു ഉണ്ടാക്കിയത്. ഇനി ഇപ്പോ ഇങ്ങനൊരു കുഞ്ഞ്, ഇതൊരു കുഞ്ഞായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പോഷകങ്ങൾ കിട്ടണ്ടേ? പോഷകങ്ങൾ കിട്ടണമെങ്കിൽ രക്തം വേണമല്ലോ. രക്തം സാധാരണ ഇപ്പൊ നമുക്കൊക്കെ എവിടുന്ന രക്തം കിട്ടുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്ന്, ലിവറിൽ നിന്നാണ്. കരള്, ലിവർ, അതിൽ നിന്നാണ്. പക്ഷേ ഈ കുഞ്ഞിന് ലിവറൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് അള്ളാഹു ഒരു പ്രത്യേകമായ സംവിധാനം ആ കുഞ്ഞിന് പോഷകങ്ങൾ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി. രക്തം തന്നെ. യോക്സാക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് അള്ളാഹു രക്തം പൊടിയിച്ചു. ആ രക്തം കുറച്ചു കാലം നിലനിൽക്കും. അതിനുശേഷം കരള് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, ലിവർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ ഒരു രക്തം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചു കാലത്തേക്ക് വേണ്ടി അള്ളാഹു ഒരു പ്രത്യേക സംവിധാനം കൊടുത്തു. നോക്കുക, ഇവിടുന്ന് യോക്സാക്ക് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് രക്തം പൊടിയുന്നത് നമുക്ക് കാണാം. അതാണ് രക്തക്കുമിളുകൾ, അവിടുന്ന് പൊടിയാണ്. ആ രക്തമാണ് ഈ കുഞ്ഞിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുന്നത് കുറച്ചു കാലത്തേക്ക്. ഇത് 3-ാമത്തെ ആഴ്ചയിലേക്ക് കയറി. 3-ാമത്തെ ആഴ്ചയാണ് ഇപ്പൊ നമുക്ക്. ഈ സമയത്ത് ഇതിന്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു വാൽമാക്രിയുടെ രൂപം ഉണ്ടാവുക. ചെറിയ കുട്ടി ഈ ഒരു പ്രായത്തിൽ നോക്കിയാൽ ഒരു വാൽമാക്രിയുടെ രൂപം ഉണ്ടാവുക. ഈ സമയത്ത് ഇതിന്റെ വലിപ്പം കുരുമുളകിന്റെ വലിപ്പം. അപ്പൊ കടുകുമണി പോയി കുരുമുളകായിട്ടോ, കുരുമുളകിന്റെ വലിപ്പമാണ് ഇതിനുണ്ടാവുക. ഈ സമയത്ത് ഉള്ളൊരു പ്രത്യേകത, ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ, ഒരു 3-ാമത്തെ ആഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് പ്രായം? 21-22 ദിവസം അല്ലേ? ഈ 21-22 ദിവസം ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അതൊരു അട്ടയെ പോലെ ഉണ്ടാവും. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറിജിനൽ ഒരു അട്ടയെ പോലെ തോന്നും കണ്ടു കഴിഞ്ഞാൽ. അവിടെയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്താണ് അലക്കിന്റെ അർത്ഥം? അലക്കിന് 3 അർത്ഥങ്ങളുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ തഫ്സീറുകളിൽ എഴുതി വെച്ചിരുന്നത് രക്തക്കട്ടയിൽ നിന്ന് അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. പക്ഷേ കീത്ത് എൽ മൂറിനെ പോലെയുള്ള വലിയ എംബ്രിയോളജിസ്റ്റ്, ഭ്രൂണശാസ്ത്രജ്ഞന്മാര്, ഡോക്ടേഴ്സ്, അവർ പഠനം നടത്തിയിട്ട് പറഞ്ഞു ഖുർആൻ തെറ്റാണ്. അങ്ങനെ ഒരു രക്തക്കട്ട എന്ന് പറയുന്ന രൂപത്തിൽ ഒരു സംഭവം ഇല്ല. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. പക്ഷേ അവരെന്ത് ചെയ്തു പറഞ്ഞു? നമ്മളെപ്പോലെയല്ല, അവർക്ക് വാശിയൊന്നുമില്ല. അവർ യഥാർത്ഥത്തിൽ അറബിയുടെ അർത്ഥം ഒന്ന് പഠിക്കാൻ നിന്നു. നമ്മൾ എഴുതി വെച്ച തഫ്സീറിലാണ് രക്തക്കട്ട എന്നുള്ളത്. അലക്ക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ആധികാരികമായിട്ട് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ മനസ്സിലാക്കി ആ പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് രക്തക്കട്ട, ശരിയാണ്. 2-ാമത്തെ അർത്ഥം തൂങ്ങിക്കിടക്കുന്നത് എന്നാണ്, അള്ളിപ്പിടിച്ചത്. 3-ാമത്തെ അർത്ഥം അട്ട എന്നാണ്. അവർ അത്ഭുതപ്പെട്ടു. കീത്ത് എൽ മൂർ ദി ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പേരിൽ 6 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തൊരു പുസ്തകം എഴുതിയ ആളാണ്. നമ്മുടെ MBBSന്റെ കുട്ടികൾ ഇപ്പോഴും അയാളുടെ ബുക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ റിയാദിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഇത് ഈ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അതൊരിക്കലും മനുഷ്യനിർമ്മിതമല്ല. കാരണം ഒരിക്കലും അങ്ങനെ ആ ഒരു കാലഘട്ടം 1400 കൊല്ലങ്ങൾക്കപ്പുറമുള്ള ഒരു കാലത്ത് ഈ 3 അർത്ഥവും ഒരുപോലെ മാച്ച് ആവുന്ന, ഒരുപോലെ സ്യൂട്ടാവുന്ന ഒരു വാക്ക് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുവെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? നോക്കൂ നിങ്ങൾ, രക്തക്കട്ട എന്ന് പറയാനുള്ള കാരണം ഈ സമയത്ത് രക്തചംക്രമണം കുറവാണ്, ബ്ലഡ് സർക്കുലേഷൻ കുറവാണ്.
നമ്മളിപ്പോൾ ഈ ഇവിടെ കുറച്ച് രക്തം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് രക്തക്കെട്ട എന്ന് പറയും. കാരണം രക്തം ഓട്ടമില്ലെങ്കിൽ രക്തക്കെട്ട എന്നാ പറയാം. രക്തം ഓടുന്നുണ്ടെങ്കിലാണ് അതിനങ്ങനെ പറയാതിരിക്കുക. അപ്പോൾ ഇത് രക്ത ഓട്ടം കുറവാ, രക്തചംക്രമണം കുറവാ, ബ്ലഡ് സർക്കുലേഷൻ കുറവാ. മാത്രമല്ല ഈ സമയത്ത് ഈ കുട്ടി ജീവിക്കുന്നത് അള്ളിപ്പിടിച്ചിട്ടാ, ലൈറ്റും ഫാനും ഒക്കെ തൂക്കിയിട്ട പോലെ ഉണ്ടാവുക. ഗർഭപാത്രത്തിന് അടി കൊണ്ടുപോയി വെച്ചിരിക്കില്ല. മാത്രമല്ല ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ അട്ടയുടെ അതേ രൂപം മാത്രമല്ല അട്ടയുടേത്. ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കണത് ആലോചിച്ച് നോക്കൂ. ഒരു അട്ട എങ്ങനെ ഭക്ഷണം കഴിക്കുക? മറ്റൊരു ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റി കുടിച്ചിട്ടാണ് അട്ട ജീവിക്കുക. ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ ജീവിക്കുന്നത് ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചൂറ്റി കുടിച്ചിട്ടാണ് ഈ കുഞ്ഞ് ജീവിക്കുക. രണ്ടും ഒരേപോലെ. അട്ടയ്ക്ക് സാച്ചുറേഷൻ എത്തിയാൽ പിടിവിടുന്ന് പറയും. എന്ന് പറഞ്ഞാൽ അട്ട പൂർണ്ണമായ രൂപത്തിൽ രക്തം കുടിച്ചു കഴിഞ്ഞാൽ പിടിവിട്ട് താഴെ വീഴും. ഈ കുഞ്ഞ് പൂർണ്ണമായ രൂപത്തിൽ അതിൻ്റെ വളർച്ച എത്തിയാൽ അതും പിടിവിട്ട് താഴെ വരും. നമ്മളൊന്നും ഇടപെട്ടിട്ടില്ലെങ്കിൽ, നമ്മളതിനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ അത് ആ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം പുറത്തേക്ക് വരും. എല്ലാ തരത്തിലും. പിന്നെ ഈ കുഞ്ഞിൻ്റെ ഈ സമയത്തുള്ള എക്സ്റേ എടുത്ത് നോക്കി സയൻറ്റിസ്റ്റ്, അത്ഭുതമാണ്. ഈ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ എക്സ്റേയും അട്ടയുടെ എക്സ്റേയും ഒരേപോലെയാണ്. ഞാൻ നിങ്ങൾക്ക് അട്ടയുടെയും ഈ കുഞ്ഞിൻ്റെയും ഫോട്ടോ ഒന്ന് താരതമ്യത്തിന് വേണ്ടി കാണിച്ചു തരാം. ഇതാണ് രക്തക്കട്ട എന്ന് പറയാനുള്ള കാരണം. ഏറ്റവും കൂടുതൽ രക്തം അടങ്ങിയൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് രക്തക്കട്ട എന്ന് പറയാൻ യാതൊരു തരത്തിലും ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇനി എന്തുകൊണ്ടാണ് അട്ട എന്ന് പറഞ്ഞെന്നറിയോ? നോക്കൂ നിങ്ങൾ, ഏകദേശം 3 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഈ മുകളിൽ കാണുന്നത്. ഇതൊരു അട്ടയാണ്. രൂപം കണ്ടു കഴിഞ്ഞാൽ പേരെഴുതിയിട്ടില്ലെങ്കിൽ ഏതാണ് അട്ട ഏതാ കുട്ടി എന്ന് മനസ്സിലാവില്ല. അത്രയ്ക്ക് ഒരേ രൂപത്തിലാണ് ആ കുഞ്ഞുണ്ടാവുക. ഇനി എന്തുകൊണ്ടാണ് അള്ളിപ്പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ സസ്പെൻഡഡ് ബോഡി എന്ന് പറയാനുള്ള കാരണം? കണ്ടോ, ഈ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെങ്ങനെ ലൈറ്റോ ഫാനൊക്കെ തൂക്കിയിട്ട പോലെ തൂക്കിയിട്ടുണ്ടാവുക. അപ്പൊ എല്ലാ തരത്തിലും ആ 3 അർത്ഥങ്ങളും, അലക്കിന് 3 അർത്ഥങ്ങളും കൃത്യമായി യോജിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു 3 ആഴ്ചയിലെ സമയം. ഇനി എന്താണ് ഇതിൻ്റെ മറ്റു പ്രത്യേകത നോക്കാം. ഈ ഒരു സമയത്ത് ഒരു കുരുമുളകിൻ്റെ വലിപ്പമെന്ന് പറഞ്ഞല്ലോ. ഈ സമയത്ത് ഈ കാണുന്നത് എന്താണെന്നറിയോ? ഒരു ചോപ്പ് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അതാണ് ഹൃദയമാകേണ്ട ഭാഗം. 21, 22 ദിവസം 3 ആഴ്ച പ്രായത്തിൽ ഈ കുഞ്ഞിൻ്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങും. 3 ആഴ്ച പ്രായത്തിൽ ഹൃദയം മിടിക്കാൻ തുടങ്ങും. വലിപ്പം കുരുമുളകിൻ്റെ വലിപ്പം. ഞാൻ എൻ്റെ കയ്യിലൊരു കുരുമുളകിൻ്റെ മണി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളോട് പറയാണ്, ഇതൊരു കുട്ടിയാണ്, ഇതിൻ്റെ ഉള്ളിൽ മിടിക്കുന്ന ഹൃദയമുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കുരുമുളകിൻ്റെ വലിപ്പത്തിലുള്ള ഒരു കുട്ടിയുടെ ഉള്ളിൽ മിടിക്കുന്ന ഹൃദയം അള്ളാഹു നമുക്ക് നൽകി. ആലോചിച്ച് നോക്കണം, അത്ഭുതം. അപ്പോൾ അതുവരെയും ഹൃദയം മിടിച്ചിരുന്നില്ലേ? ഇല്ല, ഇതുവരെ ഹൃദയം മിടിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഹൃദയം മിടിച്ചിട്ടില്ലെങ്കിൽ ആള് മരിക്കുമെന്ന്. വെറുതെ പറയാം. അള്ളാഹുവിന് ഹൃദയം മിടിക്കാതെയും ആൾക്കാരെ ജീവിപ്പിക്കാൻ അറിയാം. അള്ളാഹുവിന് അതിനുള്ള കഴിവുണ്ട്. ഹൃദയം മിടിക്കാതെയാണ് നമ്മളെയൊക്കെ 3 ആഴ്ചയോളം അള്ളാഹു ഗർഭപാത്രത്തിലിട്ടത്. നമ്മുടെയൊക്കെ ഹൃദയം മിടിക്കാതെയാണ്. ഹൃദയം മിടിച്ചിട്ടില്ല, നമുക്കൊരു കുഴപ്പമുണ്ടായിട്ടുമില്ല. അപ്പൊ ഹൃദയം മിടിക്കാതെയും അള്ളാഹുവിന് നമ്മളെ ജീവിപ്പിക്കാൻ അറിയാം. പിന്നെ എങ്ങനെയാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതങ്ങ് മിടിക്കാൻ തുടങ്ങിയത്? അള്ളാഹുവിൻ്റെ അടുത്താണ് റിമോട്ട്. അള്ളാഹുവാണ് ഓണാക്കിയത്, വേറെ ആരുമല്ല. അള്ളാഹുവാണ് അതിനെ ഓണാക്കിയത്. പക്ഷേ ഓർക്കണം, അള്ളാഹുവിൻ്റെ റിമോട്ടിലെ പച്ച ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് 21, 22 ദിവസം പ്രായമായ സമയത്ത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലുള്ള ആ മെഷീൻ ഓണാക്കിയെങ്കിൽ അതേ റിമോട്ടിൽ ചുവപ്പ് ബട്ടൺ ഉണ്ടാവില്ലേ? അത് ഓഫാക്കുന്നതിന് മുമ്പെങ്കിലും ആ നിർമ്മാതാവിനെ തിരിച്ചറിയണം. ഈ മെഷീൻ സംവിധാനിച്ച നിർമ്മാതാവിനെ തിരിച്ചറിയണം, അത് ഓഫാക്കുന്നതിന് മുമ്പെങ്കിലും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അള്ളാഹു ആ ഒരു ഹൃദയം മിടിപ്പിക്കാൻ തുടങ്ങുന്നത് എന്നുള്ളത്. ഈ സമയത്ത് നമ്മുടെ പുറംഭാഗം പൊളിഞ്ഞിട്ടുണ്ടാവുക. ആദ്യം ഈ ഭാഗത്ത് ഇങ്ങനെ കൂടി പിന്നെ അവസാനം തലയുടെ ഭാഗത്ത് ഏറ്റവും അവസാനമാണ് കൂടിച്ചേരുക. 21, 22 ദിവസമാകുമ്പോൾ നമ്മളുടെ പുറംഭാഗമാണിത്, നട്ടലിൻ്റെ ഭാഗം. ഇനി തല നോക്കിക്കോളൂ. ഇതാണ് നമ്മുടെ തല കേട്ടോ. അന്നത്തെ കാലത്ത് ഉഷാറാണ്. ഇന്നത്തെ കുട്ടികളൊക്കെ ഈ കോലത്തിൽ ആക്കി തീർക്കാറുണ്ട്. പക്ഷെ അന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്ന് പടച്ചവൻ അങ്ങനെ തന്നെ തന്നത്. നല്ല ഉഷാറായിട്ടുള്ളൊരു തല നീട്ടുണ്ട്, 2 കൊമ്പൊക്കെ ആയിട്ട്. അപ്പൊ ഇതായിരുന്നു നമ്മുടെയൊക്കെ തല അന്നത്തെ കാലത്ത്. എന്നിട്ട് പിന്നെയാണ് ഈ ഒരു രൂപത്തിലേക്ക് നമുക്ക് രൂപമാറ്റം വന്നത്. ഇനി
ഹൃദയത്തിന് 21-22 ദിവസമാകുമ്പോൾ അതിൻ്റെ രൂപം മാറും. ഒരു എസ് ഷേപ്പിലേക്ക് അത് മാറും. ആ എസ് ഷേപ്പിലേക്ക് മാറുകയും അത് മിടിക്കാൻ തുടങ്ങുകയും ചെയ്യും. നോക്കിക്കോളൂ, അത് പെട്ടെന്ന് അങ്ങ് മിടിക്കാൻ തുടങ്ങും 22 ദിവസമാകുമ്പോൾ. അതാ അത് മിടിക്കാൻ തുടങ്ങി. കൂട്ടരെ, അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുക. അന്ന് തുടങ്ങിയതാ, ആ 21-22 ദിവസത്തിൽ തുടങ്ങിയതാണ് ഈ ഒരു ഓണായത്. ആ ഒരു മിടിക്കല്, ആ ഒരു പമ്പിങ് അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹൃദയം ചെയ്യുന്ന പണി? ഹൃദയം ചെയ്യുന്ന പണി നമ്മുടെ രക്തത്തെ പമ്പ് ചെയ്യുക ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതിന് സമാനമായൊരു സാധനം. അതെന്താ? നമ്മുടെ കിണറ്റിൽ വെച്ചിരിക്കുന്ന പമ്പ്. മോട്ടർ എന്നാണ് നമ്മൾ തെറ്റി പറയാറുള്ളത്. മോട്ടറല്ല അതിൻ്റെ പേര്, പമ്പ് എന്നാണ്. ഈ മോട്ടർ അല്ലെങ്കിൽ പമ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കിണറ്റിലെ വെള്ളത്തെ ടാങ്കിൻ്റെ മേലെ അല്ലെങ്കിൽ ടെറസിൻ്റെ മേലേക്ക് എത്തിക്കും. അതാണ് ചെയ്യണത്. എത്രയാണ് നമ്മുടെ വീട്ടിലെ ടാങ്കിൻ്റെ അളവ്? ഒരു 1000 ലിറ്ററൊക്കെ ആയിരിക്കും ചിലപ്പോൾ. 1000 ലിറ്റർ ടാങ്ക് ആണെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നിങ്ങൾ മോട്ടർ ഓണാക്കിയാൽ, പമ്പ് ഓണാക്കിയാൽ ആ 1000 ലിറ്റർ ടാങ്ക് അങ്ങ് നിറയും. പിന്നെ അടുത്ത ദിവസമേ ഓണാക്കുള്ളൂ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിലെ മോട്ടർ ചെയ്യുന്ന പണി എത്ര വെച്ച് കഴിഞ്ഞാൽ 1000 ലിറ്ററിൻ്റെ പണി ഒരു ദിവസം 1000 ലിറ്ററിൻ്റെ പണിയേ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്ത ദിവസമാണ് ബാക്കി ചെയ്യണത്. എന്നാൽ ഈ ഹൃദയം ഉണ്ടല്ലോ, ഈ പമ്പ്, അള്ളാഹു നൽകിയ പമ്പ്, ഇതൊരു ദിവസം 1000 അല്ല, 2000 അല്ല, 3000 അല്ല, 6700ഓളം ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്യുന്നത് ഒരു ദിവസം. നമ്മുടെ വീട്ടിലെ പമ്പ് ഒരു 1000 ലിറ്ററിൻ്റെ വെള്ളമാണ് പമ്പ് ചെയ്യണത്. ഇത് 6700 ലിറ്റർ രക്തം. അപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും ഒരു സംശയം, അതിന് മാത്രം രക്തം ഇപ്പം നമ്മുടെ ശരീരത്തിലുണ്ടോ? 6700 ലിറ്ററൊക്കെ. അതിനകത്ത് പുതിയ രക്തമല്ലേ, കിണറിൽ ഇങ്ങനെ വെള്ളം കൂട്ടി വെച്ചിരിക്കല്ല. അങ്ങോട്ട് പോയ രക്തം തന്നെയാണ് പിന്നെ അത് കൂടെ പോവുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടന്നുപോയി ആകെ ആ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയ രക്തത്തിൻ്റെ അളവ് നോക്കിയാൽ 6700 ലിറ്റർ ഉണ്ടാവും മൊത്തം. അപ്പം അത്രയധികം പണിയെടുക്കുന്നുണ്ട് ഓരോ ദിവസവും. എന്നിട്ടോ അത്രയധികം പണിയെടുക്കുന്ന ആ ഒരു വാൽവുകൾ നേർത്ത ഉള്ളിപ്പാട പോലെയുള്ള 3 വാൽവുകളാണ്. ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്, മിട്രൽ വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 വാൽവുകളാണ് അതിനുള്ളത്. ഈ 3 വാൽവുകൾക്ക് ഒരു തകരാറും സംഭവിക്കാതെ അങ്ങനെ അടക്കും തുറക്കും ചെയ്യും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് സംഭവിക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ തുറക്കും അടക്കും ചെയ്യുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെയൊക്കെ വാൽവ് നമുക്കറിയാം, കുറച്ച് കാലമായപ്പോഴേക്കൊരു പണിയായി. പക്ഷെ ഇതിന് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടും ഒരു പ്രശ്നവും വരുന്നില്ല. ആരും അതിന് പോയിട്ട് നെട്ടും ബോൾട്ടും ടൈറ്റ് ആക്കുന്നില്ല, ഗ്രീസ് കൊടുക്കുന്നില്ല. അതങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ വാൽവ്. അപ്പം ഇത്ര സുന്ദരമായ രൂപത്തിൽ നമുക്കൊരു മെഷീൻ നൽകിയിട്ടുണ്ട് അല്ലാഹു. ഇനി ഇതിനെങ്ങാനും കേടുവന്നാലോ? പകരം സംവിധാനം എന്നുള്ള രൂപത്തിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ചെലവാക്കിയിട്ട് ഇതിന് തുല്യമായ ഒരു ഹാർട്ട് പൾസ് മേക്കർ നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര ഉറുപ്പ്യ ചെലവാകും? എന്നിട്ട് അങ്ങനെയൊക്കെ കോടിക്കണക്കിന് രൂപ ചെലവായ ആ വ്യക്തിക്ക് നമ്മൾ സാധാരണക്കാർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വെയിലത്തേക്ക് പോകാൻ പറ്റുമോ? പണിയെടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. അള്ളാഹു നൽകിയ ഈ ഒരു യന്ത്രം എന്തും നമുക്ക് ചെയ്യാം. ഏത് സമയത്തും അത് അള്ളാഹു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു ദിവസം അള്ളാഹു എങ്ങാനും പറയാണ്, ഒരു ദിവസം ഈ പണി ഞാൻ നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഏൽപ്പിച്ചാലോ? നടക്കുമോ? ആകെ തകരാറാവില്ലേ? ആകാശവും ഭൂമിയും ചന്ദ്രനും ഒക്കെ കൂടെ കൂട്ടിമുട്ടും നമ്മളെങ്ങാനും ഈ പണി ഏൽപ്പിച്ചാൽ. അള്ളാഹു അത് കൃത്യമായി കൊണ്ടു നടക്കുക. വശംസി തെജിരിലി മുസ്തഖരില്ലഹ, അതിന് സൂര്യനൊക്കെ ഒരു പാത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാതയിൽ കൂടെ തന്നെ സൂര്യൻ പോടുള്ളൂ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. സൂര്യൻ ഇപ്പം നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമ്മുടെ ഭൂമിൻ്റെ അടുത്തേക്ക് വന്നാൽ ഭൂമിയിൽ ഒരു സാധനം ഉണ്ടാവില്ല, കരിഞ്ഞു പോകും. ഭൂമിൻ്റെ അടുത്തുനിന്ന് ഇപ്പം നിൽക്കുന്നതിനേക്കാൾ സൂര്യൻ കുറച്ച് ദൂരത്തേക്ക് പോയാൽ മുഴുവൻ ഐസായി മാറും. കൃത്യമായ പാതയിലൂടെ അള്ളാഹു ഇങ്ങനെ കൊണ്ടുനടക്കുക. അപ്പോൾ ഇതൊക്കെ അള്ളാഹു സംവിധാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിൻ്റെ മഹിമയാണ്. ഒരു ചിത്രം കാണുമ്പോൾ അതിൻ്റെ പിന്നിലെ ചിത്രകാരനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കല കാണുമ്പോൾ കലാകാരനെയാണ് ഓർക്കേണ്ടത്. വൈകുന്നേര സമയങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ചായക്കൂട്ടുകൾ കാണാൻ പറ്റും. ആകാശത്ത് മനത്ത് സുന്ദരമായ ചായക്കൂട്ടുകൾ കാണാം. നമ്മളത് കണ്ട് ആസ്വദിക്കുകയാണ്. അത് കണ്ട് ആസ്വദിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ പിന്നിലുള്ള റബ്ബിനെ തിരിച്ചറിയണം, അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ തിരിച്ചറിയണം, കലാകാരനെ തിരിച്ചറിയണം. കല കാണുന്ന സമയത്ത് കലാകാരനെ തിരിച്ചറിയുക. അപ്പോൾ 22ാമത്തെ ദിവസം അത് മിടിച്ചു തുടങ്ങുന്നു.
ഇനി 4-ാമത്തെ ആഴ്ചയിലേക്ക്, അതായത് 1 മാസം പ്രായമാകുന്ന സമയത്ത്, ഇതാണ് 1 മാസം പ്രായമുള്ള കുട്ടി. 1 മാസം പ്രായമായപ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ ഈ രൂപമായിരുന്നു. ഈ സമയത്ത് ഇത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യന്റെ കുട്ടിയാണെന്നൊന്നും മനസ്സിലാവില്ല. ഏത് ജീവി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക. ഇത് മനുഷ്യന്റെ കുട്ടിയാണെന്ന് മനസ്സിലാവില്ല ഈ ഒരു സമയത്ത്. ഈ സമയത്തുള്ള പ്രത്യേകത, 1 മാസം പ്രായമാകുമ്പോൾ ഇതിൻ്റെ കോശങ്ങൾ, ഈ ഒരു സെല്ലൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് എന്ന് പറയും. പുറത്തുനിന്ന് നോക്കിയാൽ അകത്തേക്ക് കാണാൻ പറ്റും. എന്തൊക്കെയോ ഓരോ പ്രൊജക്ഷൻസ്, ഒരു ഉരുണ്ട ഭാഗങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. കൈ വരേണ്ട സ്ഥലം, തല വരേണ്ട സ്ഥലം, കാല് വരേണ്ട സ്ഥലം, പൊക്കിൽ കൊടിയുടെ സ്ഥലം, ഇതൊക്കെ ഇങ്ങനെ ഒരു കൃത്യമായ രൂപത്തിൽ, ക്ലിയർ അല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഏത് കുഞ്ഞിനെ നോക്കിയാലും ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, ഒരു കോഴിക്കുഞ്ഞാണെങ്കിൽ പോലും ആ കോഴിക്കുഞ്ഞാകുന്നതിന് മുമ്പ് ഏകദേശം ഇതുവരെ, ഈ ഒരു ഘട്ടം വരെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ കുഞ്ഞാ മനസ്സിലാവില്ല. അപ്പൊ ഏതൊരു കുഞ്ഞിനും ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അതിന് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു രൂപം നൽകുന്നത്. ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ ഈ രൂപം നൽകിയത് അള്ളാഹുവാണ്, ഡോക്ടർമാരല്ല, നമ്മുടെ ഉപ്പയമ്മയല്ല. നമുക്കൊക്കെ ഈ രൂപം നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹു രൂപം നൽകുന്നതിൻ്റെ പ്രത്യേകതയുണ്ട്. ലോകത്ത് ഒരാളും മറ്റൊരാളെ പോലെ ഇല്ല. ഈ കഴിഞ്ഞു പോയവരും ഇനി വരാൻ പോകുന്നവരൊക്കെ നോക്കുകയാണെങ്കിൽ ഒരേപോലെ മറ്റാരുമില്ല. അങ്ങനെ നമ്മളെയൊക്കെ പ്രത്യേകമായ രൂപത്തിൽ, കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിന് സൃഷ്ടിക്കാൻ സാധിക്കും. ഇനി ഈ സമയത്ത് 4 ആഴ്ച, 1 മാസം പ്രായമുള്ള സമയത്ത് ഒരു കടലയുടെ വലിപ്പമാണ് കുഞ്ഞിനുണ്ടാവുക. അപ്പോൾ നമ്മൾ കടുകുമണി പോയി, കുരുമുളക് പോയി, കടലയായി. വലിപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചോളെ. ഒരു കടലയുടെ വലിപ്പത്തിലാണ് ഈ കുഞ്ഞ് ആ സമയത്ത് ഉണ്ടാവുക. ഈ സമയത്ത് വലിപ്പം ഏകദേശം ഒരു 3 ഇരട്ടി, ആദ്യമുള്ളതിനേക്കാൾ ഒരു 3 ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി 5-ാമത്തെ ആഴ്ചയിലേക്ക് കയറാം. ഇതാണ് ഒരു 5-ാമത്തെ ആഴ്ചയിലുള്ളൊരു കുഞ്ഞ്. ഈ സമയത്ത് ഈ കുഞ്ഞിൻ്റെ വലിപ്പം ഏകദേശം ഒരു കാപ്പിക്കുരുവിൻ്റെ വലിപ്പം ഉണ്ടാവുക, ഒരു കാപ്പിക്കുരുവിൻ്റെ ഒക്കെ വലിപ്പം. ഈ സമയത്ത് ഈ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിലുള്ളൊരു ഭാഗമാണ് പൊക്കിൾക്കൊടി. ശാസ്ത്രം പറയുന്ന ഒരു അത്ഭുതമുണ്ട്. ഒരു ആണിനെ വേണമെങ്കിൽ പെണ്ണാക്കാം, ഒരു പെണ്ണിനെ വേണമെങ്കിൽ ആണാക്കാം ഓപ്പറേഷൻ ശസ്ത്രക്രിയയിലൂടെ. പക്ഷെ പൊക്കിൾക്കൊടിയുടെ ആ ഭാഗം, അത് ഓപ്പറേഷനിലൂടെ പോലും മാറ്റാൻ പറ്റൂല. എന്തായിരിക്കും അങ്ങനെ ആ ഒരു പൊക്കിൾക്കൊടിയുടെ ഭാഗം മാറ്റാൻ പറ്റാത്തത്? അള്ളാഹു ആയാലും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. സ്വന്തം ഉമ്മയെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ ഭാഗമാണത്. സ്വന്തം ഉമ്മാനെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേബിൾ കൊടുത്ത സ്ഥലമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉമ്മാന്റെ ശരീരത്തിലേക്ക് ഒരു കേബിൾ ഉണ്ടായിരുന്നു. 46 സെന്റിമീറ്റർ നീളമുള്ള, 1/2 മീറ്റർ നീളമുള്ള ഒരു കേബിള്. ഈ 46 സെന്റിമീറ്റർ നീളമുള്ള കേബിളിലൂടെയാണ് ഭക്ഷണവും ശ്വാസവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നത്. നമുക്ക് ശ്വാസം കിട്ടിയിരുന്നത് ഈ പൊക്കിൾക്കൊടിയിലൂടെ, ഈ കേബിളിലൂടെയാണ്. ഇപ്പോൾ ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആളുകളെ ICUവിൽ കയറ്റാറുണ്ട്. ആശുപത്രിയിൽ ICUവിൽ കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി മൂക്കിലൂടെ പൈപ്പിടും, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വായിലൂടെ പൈപ്പിടും. അങ്ങനെ മൂക്കിലൂടെയും വായിലൂടെയൊക്കെ പൈപ്പിട്ട ഒരാള്, കേബിളിട്ട ഒരാള്, പിന്നീട് അതൊക്കെ മാറിയതിന് ശേഷം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ മരിച്ചാലും ശരി, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റരുത്. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് എന്നെ കയറ്റരുത്. അത്ര ഇടങ്ങാറായിരിക്കും എന്നുള്ള എനിക്ക്. പക്ഷേ ഈ ഒരു സമയത്ത് അള്ളാഹു ഇട്ടൊരു കേബിൾ ഉണ്ടല്ലോ, ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് പ്ലാസൻ്റ അഥവാ മറുപിള്ള എന്ന് പറയുന്ന ഈ ഭാഗത്തുനിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക്, കുഞ്ഞിൻ്റെ നാഭിയുടെ ഭാഗത്തേക്ക്, വയറിൻ്റെ ഭാഗത്തേക്ക് കൊടുത്ത കേബിള്, 46 സെന്റിമീറ്റർ നീളമുള്ള കേബിള്, ഏകദേശം 1/2 മീറ്റർ നീളമുള്ള കേബിള്. ഈ കേബിൾ ഇട്ടിട്ട് കുട്ടിക്ക് ഒരു ഇടങ്ങേറും ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്, സുഖമായിട്ട് ശ്വാസം വിട്ടിട്ടുണ്ട്. അത്ര സുഖമായിട്ട് ആ കുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പൊക്കിൾക്കൊടിയിലൂടെ. ആ കുഞ്ഞ് ഈ ഒരു ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നത് വരെയും ഈ കേബിളിലൂടെ തന്നെയാണ് ആ കുഞ്ഞിന് വേണ്ടതൊക്കെ കിട്ടിയത്. ഇങ്ങോട്ട് പുറത്തേക്ക് എത്തിയതിന് ശേഷമാണ് അത് ഡോക്ടർമാരങ്ങ് മുറിക്കുന്നതോടുകൂടി പിന്നെ പെട്ടെന്ന് ഇതങ്ങ് തുറക്കും. അതുവരെ ഇത് അടഞ്ഞിടക്കുക. അതങ്ങ് മുറിക്കുന്നതോടുകൂടി ശ്വാസം മൂക്കിലൂടെ എടുക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണം
പാല് നമ്മുടെ വായിലൂടെ കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അള്ളാഹു നൽകിയ ഈ ഒരു കേബിളിന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, ദൃഷ്ടാന്തമാണ്. നമ്മൾ ചിന്തിക്കുന്ന ആളുകൾക്ക് അതൊരു ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 5-ാമത്തെ ആഴ്ച ഒരു മാസവും ഒരാഴ്ചയും പ്രായം. ഇതാണ് 6-ാമത്തെ ആഴ്ച. ഈ 6-ാമത്തെ ആഴ്ചയിൽ കുഞ്ഞ് കുറച്ചും കൂടെയൊക്കെ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് അങ്ങനെ ആയി വരുന്നുണ്ട് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തല, ചെവി, കൈയൊക്കെ വെബ്ഡ് ഫിംഗേഴ്സ് എന്നാ പറയാം. കുരുവിയെ പോലെ ഉണ്ടാവും. അതിൻ്റെ ആ കൈയിൻ്റെ ഇടയിൽ, വിരലിൻ്റെ ഇടയിലേക്ക് ഒരു പാടുണ്ടാവും. താറാവിൻ്റെ വിരലിൻ്റെ ഇടയിലുള്ളൊരു പാട പോലെ വെബ്ഡ് ഫിംഗേഴ്സ് ഉണ്ടാവുക. മാത്രമല്ല കാലിൻ്റെ ഭാഗമൊക്കെ കുറച്ചൊക്കെ ഒരു നീളം വന്നിട്ടുണ്ട്, കുറച്ചൊരു ചെറിയ നീളം കൂടുതൽ വന്നിട്ടുണ്ട് കാലിനൊക്കെ. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരുപാട് വളർച്ചകൾ വരുന്നുണ്ട്. ഒരുപാട് നേരത്തെ ഉള്ളതിനേക്കാൾ ഒരുപാട് വളർച്ച ഈ സമയത്ത് കുഞ്ഞിന് കിട്ടുന്നുണ്ട്. കൈയൊക്കെ ഒരു പ്രത്യേക രൂപത്തിൽ, വിരലൊക്കെ ഏകദേശം വരുന്ന രൂപത്തിൽ, വിരലിൻ്റെ അടയാളങ്ങളൊക്കെ രൂപപ്പെട്ടു. ആ രൂപത്തിൽ ചെവി എവിടെയാണ് വരേണ്ടതെന്നുള്ള അടയാളം വന്നു, ചെവിയുടെ ഭാഗം വന്നിട്ടുണ്ട്, വായിൻ്റെ ഭാഗത്തൊരു അടയാളം വന്നിട്ടുണ്ട്. ആ രൂപത്തിൽ കുഞ്ഞിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു 6 ആഴ്ച, അതായത് 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന്. ഇനി 7-ാമത്തെ ആഴ്ച, ഇതാണ് 7-ാമത്തെ ആഴ്ച. 7-ാമത്തെ ആഴ്ചയിലാണ് ഈ കുഞ്ഞ് ഒരു കുട്ടി എന്ന് പറയാൻ പറ്റിയ ഇപ്പം മുതലാണ്. അപ്പം ഇതുവരെ പറഞ്ഞിരുന്നത് ഭ്രൂണം എന്നാണ്, എംബ്രിയോ. ആദ്യം സൈഗോട്ട്, സിക്താണ്ടെന്ന് പറയും, അതിനുശേഷം ഭ്രൂണം എന്ന് പറയും. ഈ ഒരു 7-ാമത്തെ ആഴ്ച മുതലാണ് ഈ കുഞ്ഞിനെ നമ്മൾ ഒരു കുഞ്ഞെന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം ഏറെക്കുറെ ഒരു കുഞ്ഞിന് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടീൻ്റെ ഉള്ളിൽ റെഡിയായി. അതുകൊണ്ട് ഈ സമയത്ത് ആ കുഞ്ഞിനെ ഒരു കുഞ്ഞ് എന്നുള്ള രൂപത്തിൽ തന്നെ പറയും. ഇതുവരെ ഭ്രൂണം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ സമയത്ത് ഈ കുഞ്ഞിൻ്റെ ദഹന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കണമല്ലോ, ആ ദഹിക്കാനുള്ള സംവിധാനമൊക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, അത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂല. ഒരു നല്ല ടെക്നീഷ്യൻ ആണെങ്കിൽ പോലും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷേ ഈ കുട്ടി ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരു താഴെ ഇങ്ങനെ ചവിട്ടിയിട്ട് മേലേക്ക് ഇങ്ങനെ കുതിക്കുന്നൊരു പണിയുണ്ട്. അത് ഈ പ്രായത്തിൽ തന്നെ തുടങ്ങും. ഒരു പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ കാണാം, ഇവിടെ താഴെ ഇങ്ങനെ ചവിട്ടിയിട്ട് മേലേക്കൊരു കുതിക്കലുണ്ട്. ഈ ഒരു താഴേക്ക് ചവിട്ടിയിട്ട് മേലേക്ക് കുതിക്കുന്ന പണി അത് ആ കുട്ടി ആ കാലത്ത് 7-ാമത്തെ ആഴ്ച മുതൽ തുടങ്ങും. ഇത് അള്ളാഹു നൽകുന്നൊരു കോഴ്സാണ്. അള്ളാഹു നമുക്ക് ഗർഭാശയത്തിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ചില കോഴ്സൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കോഴ്സാണ് ഈ കോഴ്സ്. ഇത് എന്തിനാണെന്ന് അവസാനം പറഞ്ഞുതരാം. ഈ കോഴ്സ് ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. ഇനി ഇതല്ലാത്ത വേറെയും കോഴ്സ് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് വളരെ സുന്ദരമായ രൂപത്തിൽ ഇവിടെ മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ് കുട്ടി. ഇനി എട്ടാമത്തെ ആഴ്ചയിലേക്ക് കയറിയാൽ ഇപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും സഹോദരിമാർ, ഉമ്മാന ചവിട്ടൽ അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. 7-ാമത്തെ ആഴ്ചയിൽ തുടങ്ങിയിട്ടുണ്ട്. എട്ടാമത്തെ ആഴ്ചയിൽ ഒരു മുന്തിരിയുടെ വലിപ്പമാണ് കുഞ്ഞിനുണ്ടാവുക. ആ കുഞ്ഞിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉറങ്ങുകയാണ് തോന്നിപ്പോവും, പക്ഷെ ഉറങ്ങുന്നില്ല. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ഉണ്ടാവുക. അതേപോലെ തന്നെ തല വളരെ വലുതായതുകൊണ്ട് ആ കുഞ്ഞിങ്ങനെ അങ്ങോട്ടും അങ്ങോട്ടോ തിരിയുമ്പോൾ ആ തലയുടെ ഭാരം കാരണം ആ കുട്ടി ഇങ്ങോട്ട് മറിയും, സൈഡിക്കൊക്കെ മറിയും. പക്ഷെ വീണ്ടും ആ കുട്ടി പഴയ രൂപത്തിൽ തന്നെ ആവും. കണ്ണുകളും കൺപോളകളും ഒക്കെ കൂടുതൽ വളർന്നിട്ടുണ്ട്. കണ്ണിൻ്റെ പുരികം പോലും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാലത്ത്. ഈ കാലത്തിലാണ് ഈ കുഞ്ഞിൻ്റെ ലിവർ രക്തം ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും കാലം കുഞ്ഞിന് വേണ്ട രക്തം, യോക്സാക്ക് എന്ന് ഞാൻ നേരത്തെ കാണിച്ചെന്ന് അവിടെ നിന്നുള്ള ആ രക്തമാണ് കുഞ്ഞിന് പോഷകങ്ങൾ കൊടുത്തിരുന്നത്. പക്ഷെ ഈ ഒരു പ്രായം മുതൽ ഈ കുഞ്ഞിന് സ്വന്തമായിട്ട് ലിവർ രക്തം ഉണ്ടാക്കാൻ തുടങ്ങി. ആ കാലഘട്ടം മുതൽ കുഞ്ഞിന് വേണ്ട പോഷകങ്ങളൊക്കെ ലിവർ കൊടുക്കും. മാത്രമല്ല ഈ സമയത്ത് കുഞ്ഞിൻ്റെ കിഡ്നി അത് മൂത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇത്ര പോന്നൊരു മുന്തിരിയുടെ വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ മൂത്രം ഉണ്ടാക്കുന്ന ഒരു കിഡ്നി ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ ഒരു മുന്തിരിയുടെ വലിപ്പമുള്ളൂ. എന്താണ് ഈ കിഡ്നി എന്ന് പറയുന്ന സാധനം? കിഡ്നി എന്ന് പറയുന്ന സാധനം ഏകദേശം 180 ഗ്രാം വലിപ്പത്തിലുള്ള നമ്മുടെ 2 സൈഡിലും അള്ളാഹു വെച്ചിരിക്കുന്ന 2 ചെറിയ പയറുമണിയുടെ ആകൃതിയിലുള്ള സാധനമാണ്. അതാണ് രക്തത്തിൽ നിന്ന് മൂത്രത്തെ വേർതിരിക്കുന്നത്. എന്നിട്ടോ അതിനെങ്ങാനും എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ, കിഡ്നി വീക്കായാൽ, അപ്പം മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ കേട്ടോ. അതുവരെ നമുക്കതിൻ്റെ വില മനസ്സിലാവില്ല.
കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലേ കിഡ്നിയുടെ വില മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ ഡയാലിസിസിന് മറ്റൊക്കെ പോകും. അങ്ങനെ ഡയാലിസിന് പോകുമ്പോൾ അവിടെ നമ്മൾ പൈസ ഇങ്ങനെ എണ്ണി കൊടുക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുക. ഈ ഒരു കിഡ്നിയുടെ പ്രവർത്തനത്തിന് പൈസ കൊടുക്കുകയെ, ഡയാലിസിസിന് പൈസ കൊടുക്കുകയെ, ഒരാഴ്ചയിൽ ചിലപ്പോൾ 3000 റുപ്യ അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ 3000 റുപ്യ വീതം കൊടുക്കേണ്ടി വരും ഡയാലിസിസിന്. എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ കിഡ്നി ഒരു ദിവസം 25 പ്രാവശ്യം ശുദ്ധീകരണം നടത്തുന്നുണ്ട്. നിങ്ങൾ കൂട്ടി വെക്കണം കേട്ടോ, കാൽക്കുലേറ്റർ കയ്യിലുണ്ടെങ്കിൽ. 25 പ്രാവശ്യം ശുദ്ധീകരണം നടത്തുന്നുണ്ട് നമ്മുടെ കിഡ്നി. ഒരു ശുദ്ധീകരണത്തിന് ഒരു 3000 റുപ്യ വെച്ച് കൂട്ടിക്കോളി. അങ്ങനെയാണല്ലോ ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു ശുദ്ധീകരണത്തിന് 3000 റുപ്യ ആണെങ്കിൽ 25 ശുദ്ധീകരണത്തിന് എത്ര റുപ്യ? അത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലേ, 75,000 റുപ്യ ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം 75,000 റുപ്യ ആണെങ്കിൽ 30 ദിവസം എത്ര റുപ്യ? കൂട്ടിക്കോളി. ഇനി ഞാൻ പറയില്ല, നിങ്ങൾ കൂട്ടിയാൽ മതി. 30 ദിവസം എത്ര റുപ്യ കൂട്ടിയിട്ടുണ്ടാവും കാൽക്കുലേറ്റർ എടുത്തിട്ട്? കിട്ടിയോ? ആ ശരി. അതിൻ്റെ കൂടെ ഒരു കൊല്ലത്തിനാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു മാസത്തിനുള്ള കിട്ടി, ഒരു കൊല്ലത്തിനുള്ള കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 12 ചെയ്താൽ ഒരു കൊല്ലത്തിനുള്ള കിട്ടും. അതും ചെയ്ത് നോക്കി, ഇൻറ്റു 12. അപ്പോൾ ഒരു കൊല്ലത്തിന് എത്ര റുപ്യ എന്നുള്ളത് കിട്ടും? പറയാൻ പറ്റുണ്ടാവില്ല. അങ്ങനെ പോയിക്കോട്ടെ, 0 കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞൊരു അവസാനം. ഇനി അതിനെ ഒന്നും കൂടി ഗുണിക്കി. ഒരു 40 വയസ്സ് വരെ ജീവിച്ചൊരു മനുഷ്യൻ, അപ്പോൾ ഒരു കൊല്ലത്തിനുള്ള പൈസ കിട്ടി. 40 വയസ്സ് വരെ, 40 കൊല്ലം ജീവിച്ചൊരു മനുഷ്യന് എത്ര? ഇൻറ്റു 40 ഗുണിക്കണം 40. 40 കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ. ഇനി അവിടെ നിർത്തിക്കോളി, ഇനി എൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് വായിക്കാൻ ചിലപ്പോൾ ഓട്ടോറിക്ഷ എടുത്ത് പോകേണ്ടി വരും. അത്ര നീളുണ്ടാവും ആ സംഖ്യ അല്ലേ? 108 109 കോടി. തുടക്കത്തിലൊരു 108 109 അല്ലേ? അപ്പോൾ 108 കോടി ഉറുപ്യ പടച്ചോന് നമ്മൾ കൊടുക്കണം. 40 വയസ്സ് വരെ ജീവിച്ച നമ്മൾ കിഡ്നി പ്രവർത്തിച്ചതിൻ്റെ കാരണം കൊണ്ട് 108 കോടി ഉറുപ്യ കൊടുക്കണം പടച്ചോന്. 5 പൈസ നമ്മളെടുത്ത് വാങ്ങിക്കണം. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട്, ഈ ശ്വാസം വലിക്കുന്നതിന് എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടോ അള്ളാഹു? അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട്, ആശുപത്രിയിൽ പോയിട്ട് ശ്വാസം അവർ ഓക്സിജൻ സിലിണ്ടറിന് ശ്വാസം ഇങ്ങനെ തരണം. അവസാനം 3-4 ദിവസം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആ ഓക്സിജനുള്ള ബില്ല് മാത്രം കണ്ടു കഴിഞ്ഞാൽ ഉള്ള ശ്വാസം അവിടെ പോകും. ആ രൂപത്തിലാണ് ഓക്സിജൻ്റെ ഒക്കെ വില. പക്ഷെ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ ഓക്സിജന് ഒരു പൈസയും വാങ്ങിയിട്ടില്ല. രാത്രിയും പകലും നമുക്കങ്ങനെ ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഈ കിഡ്നി, ഈ ഒരു കുട്ടിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കിഡ്നി ഉണ്ട്. എത്രയാണ് പ്രായം? കുട്ടിയുടെ പ്രായം എത്രയാണ്? 8 മാസം, 8 ആഴ്ച, 2 മാസം. 2 മാസം മുന്തിരിയുടെ വലിപ്പത്തിലുള്ള പ്രായത്തിലുള്ള കുഞ്ഞിൻ്റെ ഉള്ളിലാണ് ഒരു മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന കിഡ്നി ഉള്ളത്. ഇനി ഈ കുഞ്ഞിനെങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ ചിലവർക്ക് തോന്നുന്നുണ്ടാവും ഒരു മുസ്ലിം കുട്ടിയാ തോന്നുന്നുണ്ട്, അവിടെ നിന്ന് തന്നെ നിസ്കാരം തുടങ്ങിക്കണമെന്ന്. മുസ്ലിം കുട്ടിയായിട്ടൊന്നുമല്ല, നമ്മളെല്ലാവരും ഇങ്ങനെ ഉണ്ടായിരുന്നത്, കയ്യും കെട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഇപ്പോൾ മിക്കവാറും ഒക്കെ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞാണ് എന്ന് ഏറെക്കുറെ സംശയമില്ലാതെ പറയാൻ പറ്റുന്നൊരു കാലമാണ്. 8ാമത്തെ ആഴ്ച. കുഞ്ഞിന് ഇടയ്ക്കൊക്കെ ഒന്ന്, എന്താ നിങ്ങളതിന് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളിങ്ങനെ ക്ഷീണമൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണിക്കൂലേ, ആ രൂപത്തിലൊക്കെ കാണിക്കാൻ പറ്റും. ഈ സമയത്ത് നട്ടലിലൊക്കെ ഒന്ന് നിവർത്താൻ പറ്റും. പക്ഷെ അതോടുകൂടി കുട്ടി അങ്ങോട്ട് മാറി. കാരണം തലക്ക് ഭയങ്കര കനം കൂടുതലാണ്, തലക്കനം വന്നേ കൂടുതലാണ് ആൾക്ക്. അപ്പം തലക്കനം കൂടുതലായതുകൊണ്ട് ഇങ്ങനെ നട്ടലിലൊക്കെ നിവർത്തുമ്പോഴേക്കും ഒരു സൈഡിൽ മറിയുമ്പോൾ ആൾ തന്നെ ശരിക്ക് നേരെയാവും, വീണ്ടും ചിലപ്പോൾ ഒന്ന് മറിയും. അങ്ങനെ മറിഞ്ഞിട്ടും നിവർന്നിട്ടും ഒക്കെയാണ് അവൻ്റെ ആ ഒരു കാലം അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത്. 9ാമത്തെ ആഴ്ചയിൽ 2 ഇഞ്ച് വലിപ്പമാണ് ഉണ്ടാവുക. ഈ സമയത്ത് നല്ലൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ, നല്ല ടെക്നീഷ്യൻ, നന്നായിട്ട് അറിവുള്ളൊരു ടെക്നീഷ്യൻ ആണെങ്കിൽ ഈ കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാനൊക്കെ പറ്റും. 9ാമത്തെ ആഴ്ചയിൽ 2 മാസവും 1 ആഴ്ചയും പ്രായമുള്ള സമയത്ത് തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയുന്ന ജനിതക അവയവങ്ങൾ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ആൺകുട്ടിയാ പെൺകുട്ടിയാ മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിൽ 9 ആഴ്ച പ്രായമുള്ള സമയത്ത് ഒരു ടെക്നീഷ്യന്, നല്ല ടെക്നീഷ്യന് വേണമെങ്കിൽ ക്യാമറക്ക് അഭിമുഖമായിട്ട് ആ കുട്ടി കിടന്നാൽ, സ്കാനിങ്ങിൻ്റെ സമയത്ത് കിടന്നാൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ സാധാരണ പറയും 4 മാസം ആവണം ആൺകുട്ടിയാണോ പെൺകുട്ടിയാവണം അറിയാൻ. വേണ്ട, ഈ സമയത്ത് തന്നെ അറിയാൻ പറ്റും. പക്ഷേ അത് അത്രയും നല്ല, ആ കാര്യത്തിൽ അറിവുള്ള ആളുകൾക്ക് അത് കണ്ടെത്താൻ പറ്റുള്ളൂ. 10ാമത്തെ ആഴ്ചയിലേക്ക് കയറിയാൽ 3 ഇഞ്ച് വലിപ്പമാണ് ഉണ്ടാവുക.
ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ.